ആയ രാഷ്ട്രീയത്തിൻ്റെ നിറകുടമായിട്ടാണ് ശ്രീ വി.ഡി. സതീശനെ കേരളീയ ജനത കാണുന്നത്. അദ്ദേഹത്തിലൂടെ ഒരു വലിയ സദ്ഭരണം ഇവിടെ ഉണ്ടായി നമ്മുടെ രാജ്യത്തിന് സമഗ്രമായ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമാണ് നമ്മുടെ ജനതയ്ക്കുള്ളത്. ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദചിന്തകൾക്ക് അതീതമായി അദ്ദേഹത്തിന് പ്രവർത്തിക്കുവാനും ഒരു സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനത്തെ സൃഷ്ടിച്ചെടുക്കുവാനും എല്ലാവിധമായ അനുഗ്രഹവും ജഗദീശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് ശിവഗിരി മഠത്തിൻ്റെ എല്ലാവിധമായ മംഗളാശംസകളും അദ്ദേഹത്തിന് അർപ്പിച്ചുകൊള്ളു. ചുമതലയേറ്റതിന് ശേഷം ആദ്യമായിട്ടാണ് ശിവഗിരിയിലെത്തുന്നത്. കേരളത്തിൽ സൗമ്യമായ ഭാഷണം കൊണ്ട് കൊടുങ്കാറ്റ് സൃഷ്ടിച്ച് കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെല്ലാം പരിവർത്തനമുണ്ടാക്കിയ ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധിക്ക് മുന്നിലാണ് നിൽക്കുന്നത്. എല്ലാവരും സൗഹാർദ്ദത്തോടെ ഒരുമിച്ച് ജീവിക്കുന്ന, സോദരരെ പോലെ ഒരുമിച്ച് വാഴുന്ന ഒരു മാതൃകാസ്ഥാനമാക്കി നമ്മുടെ കേരളത്തെ മാറ്റാൻ ഗുരുവിൻ്റെ ആദർശങ്ങൾ, ഗുരുവിൻ്റെ ദർശനങ്ങൾ തീർച്ചയായും നമ്മളെ എല്ലാവരെയും സഹായിക്കും. ഗുരു സ്വപ്നം കണ്ട ഒരു കേരളമാണ് ഈ സർക്കാരിൻ്റെയും മനസ്സിലുള്ളത്. ജാതിമത ചിന്തകൾക്ക് അതീതമായി മതസൗഹാർദ്ദത്തോടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള പ്രതിജ്ഞയാണ് ഗുരു സമാധിയിൽ വെച്ച് ഞാനിവിടെ പുതുക്കുന്നത്. രണ്ടാമതൊരു കാര്യം, ശിവഗിരി എന്ന് പറയുന്നത് ഗുരുദേവൻ്റെ സാമീപ്യം കൊണ്ടും സാന്നിധ്യം കൊണ്ടും പവിത്രമായി മാറിയ ഒരു സ്ഥലമാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇത് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള എല്ലാ സഹായവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. തീർച്ചയായും വലിയ സന്തോഷം.